ഇപ്പോൾ ഈ നെന്മാറ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. പ്രതി ചെന്താമരയെ തള്ളി ബന്ധു പരമേശ്വരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. കൊടുവാളുമായി പലകുറി നാട്ടിലിറങ്ങി ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമര എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ രാവിലെയും ചെന്താമരയെ നേരിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. കയ്യിൽ കൊടുവാളും ഏന്തിയായിരുന്നു ചെന്താമര വന്നത് എന്ന് പറയുന്നു. നിഖിൽ പ്രമേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് ഈ നെന്മാറ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നിഖിൽ, മറ്റ് പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന? നിഖിൽ, ആർക്കൊപ്പമാണ് നിഖിൽ ഇപ്പോൾ അവിടെ ഉള്ളത്? നിമിഷ, ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന അഖിലയും അതുല്യയും അവരുടെ സജിതയുടെ അമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും തന്നെ വലിയ വിഷമത്തിലും വലിയ ദുഃഖത്തിലുമൊക്കെയാണ്. അതുല്യയോട് നമുക്ക് സംസാരിക്കാം. അതുല്യ, ഇപ്പം ഇന്നലെ ഈ പോലീസ് ഈ പ്രതിയുടെ ജാമ്യ ഉപാധി ലംഘിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. നിങ്ങൾ പരാതി കൊടുത്തിട്ടും ആ പരാതി അവർ ഗൗനിക്കാത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ മരണം, അല്ലേ? അതെ അതെ, അവരൊന്ന് ശക്തമായിട്ട് ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനുണ്ടാവുമായിരുന്നു. അച്ഛൻ പോലുമില്ല. അമ്മ മരിച്ചെടുക്കുമ്പോഴേ അവർ എല്ലാം റെഡിയാക്കാം, ഇനി ഒന്നും എന്നോട് ഇതാക്കാന്ന് പറഞ്ഞ ഇപ്പം എല്ലാം പോയില്ല. അതുല്യാണോ പരാതി കൊടുത്തിരുന്നത് നെന്മാറ സ്റ്റേഷനിൽ? അഖിലയും അച്ഛനും കൂടിയിട്ടാ പോയത്. കുറേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഒന്നിനും തയ്യാറായിരുന്നു. അഖില പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോ എന്താണ് നെന്മാറ പോലീസ് നിങ്ങളോട് പറഞ്ഞത്? 2 കൊല്ലം കൂടുമ്പോ പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കും ഒന്നും അറിയില്ല പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അവര് രാവിലെ 2 പോലീസുകാർ, ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. പേടിച്ചിട്ടാണ് അവിടുന്ന് മാറിയത്. അതെ അതെ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛൻ എപ്പോ വരുമ്പോഴും ഞാൻ അച്ഛന്റെ കൂടെ പോണതാണ്. ഇന്നലെ ഈ ഞായറാഴ്ച പോയിട്ടില്ല. ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എന്റെ അവസ്ഥ. ഇയാള് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല? അപ്പൊ തിരിച്ചിങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇത് ക്ഷേമനിധി അത്ര കെട്ടണം അർജന്റ് ആയതുകൊണ്ട് മാത്രമാണ് അച്ഛനെ വന്നത്. പോലീസാണ് ഈ ഒരു മരണത്തിന് കാരണമെന്ന് നിങ്ങളിപ്പോ കരുതുന്നു, അല്ലേ? അതെ, പോലീസ് തന്നെയാണ്. അവർ ഒരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനും ഇവിടെ ഉണ്ടാവില്ല. അച്ഛനും പോയി, അമ്മയും പോയി, ആരുണ്ട്? ഇവരുടെ വേദന നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഉന്മേഷ്. കാരണം അവർക്ക് അവരുടെ അച്ഛനും അമ്മയും നഷ്ടമായിരിക്കുന്നു. പോലീസിന്റെ കടുത്ത അനാസ്ഥയാണ്. നമ്മൾ എന്താ പറയാൻ പറ്റുക? അപ്പോൾ ഒരു കൊലക്കുറ്റം നടത്തിയ ഒരു പ്രതിയാണ് നാട്ടിലിറങ്ങി ഇങ്ങനെ വിലസി നടന്നത്. അതാണ് ഈ ഒരു ഇതിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത്. ഇനിയെങ്കിലും ഈ പ്രതിയെ പിടിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. പ്രതിയെ പിടിച്ചിട്ട് തൂക്കി കൊന്നാ മതി, ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. അല്ലാണ്ട് പിന്നെ അയാളെ ജയിലിൽ വെച്ചിട്ട് എന്തിന് കാര്യമില്ല. ഈ രണ്ടുപേരമായ കാഴ്ചയാണ്. പോലീസിനെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. കുടുംബത്തിന്റെ